എന്തായാലും പോളിംഗ് 55% പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്ത. മലബാറിൽ നിന്നും പ്രത്യേകിച്ച് മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 55% പോളിംഗ് ഏകദേശം മലബാറിലെ ജില്ലകളിലെല്ലാം ആയിട്ടുണ്ട്. നമുക്ക് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി സണ്ണി ജോസഫ് ചേരുന്നുണ്ട്. 53% പോളിംഗ് ആണ് കാസർഗോഡ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സോമി. സുരരാജ്, ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് 54% കാസർഗോഡ് ജില്ലയിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് സണ്ണി ജോസഫ് ഈ അവസരത്തിൽ ഈ പോളിംഗ് നിലയെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? സോമി, കാസർഗോഡ് ജില്ലയിൽ 2 മണിയോടടുക്കുമ്പോൾ മികച്ച പോളിംഗ് ആണ്. 54% പോളിംഗിൽ എത്തിയിരിക്കുന്നു. ഇനി 4 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് നേരത്തെയുള്ള 76% കടന്ന് പോളിംഗ് പോകുമെന്ന നിലയിലേക്കാണ് സ്ഥിതിയുള്ളത്. പൊതുവെ കാസർഗോഡ് ജില്ലയിൽ എല്ലായിടത്തും സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. രാവിലെ 1 മണിക്കൂറിനകം തന്നെ 9:30-ക്കും 10%-ലേറെ പോളിംഗ് വന്ന സ്ഥിതിയുണ്ടായിരുന്നു. പോളിംഗ് ബൂത്തുകളിൽ ഞാൻ കാസർഗോഡ് മണ്ഡലത്തിലെ ചെർക്കിള സെൻട്രൽ സ്കൂളിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. നേരത്തെ മഞ്ചേശ്വരം മണ്ഡലത്തിലും നമ്മൾ പോയപ്പോഴും അതുപോലെ ഉദുമ മണ്ഡലത്തിലും കാണാൻ കഴിഞ്ഞത് ഇടമുറിയാതെ വോട്ടർമാർ സ്ഥിരമായി ക്യൂവിൽ നിൽക്കുന്നൊരു സ്ഥിതിവിശേഷമാണ്. എന്നാൽ വലിയൊരു തള്ളലില്ല, എന്നാൽ ആളൊഴിഞ്ഞ സമയമില്ല. ബൂത്തുകളിൽ എപ്പോഴും നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. പൊതുവെ ജനങ്ങൾ നല്ല നിലയിൽ തെരഞ്ഞെടുപ്പിൽ സഹകരിക്കുന്നു എന്നുള്ളതാണ്. അക്രമ സംഭവങ്ങൾ യാതൊന്നും തന്നെ ഇതുവരെ കാസർഗോഡ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് കാസർഗോഡ്. വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ, വളരെ തെളിഞ്ഞ കാലാവസ്ഥയിൽ, നല്ല നിലയിൽ ജനങ്ങളുടെ പങ്കാളിത്തവും സഹകരണത്തോടും കൂടി വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ പുറമേ നിന്നുള്ള പ്രധാനപ്പെട്ട 2-3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഡോക്ടർ എ അമീൻ കാസർഗോഡ് അസംബ്ലി മണ്ഡലത്തിലും LDF സ്ഥാനാർത്ഥിയായും, അതുപോലെ KP കുഞ്ഞിക്കണ്ണൻ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള അദ്ദേഹം തൃക്കരിപ്പൂരിലും, KS സുധാകരൻ കണ്ണൂരിൽ നിന്ന് ഉദുമയിലും UDF സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നുണ്ട്. ഉദുമയിലും മഞ്ചേശ്വരത്തുമാണ് ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്നത്. മഞ്ചേശ്വരത്ത് ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത വിധം LDFും UDFും BJPയും ഒരേ നിലയിൽ മുന്നേറുന്നൊരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഉദുമയിലും ഏതാണ്ട് ഇതേ സാഹചര്യം നിലനിൽക്കുന്നു. നല്ല നിലയിൽ പോളിംഗ് ഈ മണ്ഡലങ്ങളിലെല്ലാം നടക്കുന്നുണ്ട്. എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾ എല്ലാ മേഖലകളിലും നല്ല നിലയിൽ, പടിഞ്ഞാറ് മുതൽ കിഴക്കൻ മലയോരം വരെ നീണ്ടുകിടക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും. പടിഞ്ഞാറൻ തീരദേശങ്ങളിലും അതുപോലെ മലയോര മേഖലയിൽ നല്ല പോളിംഗ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഉദുമയിൽ ഇതുവരെ പൊതുവെ സമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ആശങ്കിച്ചിരുന്ന ഉദുമയിൽ ഇതുവരെ കാര്യമായ യാതൊരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. കാസർഗോഡും മഞ്ചേശ്വരത്തും അതുപോലെ തൃക്കരിപ്പൂർ ഉൾപ്പെടെ കാഞ്ഞങ്ങാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെല്ലാം നല്ല നിലയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഈ നില തുടരുകയാണെങ്കിൽ മുൻ റെക്കോർഡ് 76 എന്നുള്ളത് ഭേദിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. സണ്ണി പറഞ്ഞത് പോലെ തന്നെ സണ്ണിയുടെ പുറകിൽ ഒരു നീണ്ട ക്യൂ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഉച്ച സമയത്തിന്റെ മന്ദതയൊന്നും ഒരു തരത്തിലും ബാധിക്കുന്നില്ല. വോട്ടെടുപ്പിനായി കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണോ ഇപ്പോൾ എല്ലാ ബൂത്തുകളിലും കാണാൻ സാധിക്കുന്നത്? സണ്ണി, കേൾക്കാമെങ്കിൽ. സണ്ണി ജോസഫിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളില്ല, അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. സണ്ണി, സോമി ചോദിച്ച ചോദ്യം കേൾക്കാമെങ്കിൽ. ഉച്ചഭക്ഷണ സമയത്ത് സാധാരണഗതിയിൽ ആളുകൾ കുറയുന്നൊരു സാഹചര്യം മുമ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല. തീർച്ചയായിട്ടും സണ്ണി ജോസഫിലേക്ക് വളരെ വേഗം തന്നെ തിരിച്ചെത്താമെന്ന് തോന്നുന്നു. സുരരാജ്, ഇപ്പോൾ ഈ മണിക്കൂറിൽ കേരളത്തിന്റെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 50.55% എന്നുള്ളതാണ്. അതാണ് പ്രേക്ഷകരിലേക്ക് ഏറ്റവും പുതുതായി നൽകാനുള്ള വിവരവും. ഉച്ചസമയത്തിന്റെ മന്ദതയൊന്നും ഒരു തരത്തിലും ബാധിക്കുന്നില്ല. പോളിംഗ് ഏറ്റവും സജീവമായി തന്നെ ജനസാന്നിധ്യമാണ് ഓരോ പോളിംഗ് ബൂത്തിലും കാണുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതെ സോമി, നമുക്ക് ചില പ്രതികരണങ്ങൾ കൂടി ഈ മണിക്കൂറുകളിൽ ലഭ്യമായിട്ടുണ്ട്. അത് പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം തന്റെ ജലസാക്ഷരതാ പ്രവർത്തനങ്ങൾ സജീവമാക്കുമെന്ന് നടൻ മമ്മൂട്ടി പറഞ്ഞു. താൻ എപ്പോഴും രാഷ്ട്രീയത്തിൽ ഉണ്ടെന്നും മമ്മൂട്ടി വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോടായി പറഞ്ഞു. രാഷ്ട്രീയം നമ്മുടെ അഭിപ്രായമാണ്, അത് പ്രകടിപ്പിക്കാനുള്ളൊരു അവസരമാണ് നമ്മൾ ഈ ഇലക്ഷനിലൂടെ നമുക്ക് കിട്ടുന്നത്. ആ അവസരം പാഴാക്കരുതെന്ന് മാത്രമേ വീണ്ടും എനിക്ക് പറയാനുള്ളൂ. ഞാനത് പാഴാക്കിയിട്ടില്ല, നിങ്ങളും പാഴാക്കരുത്. കണ്ടില്ലേ, നിങ്ങൾ തന്നെ വലിയ തിരക്കല്ലേ ഇവിടെ.
ഏതായാലും 55% പിന്നിട്ട് ശക്തമായി പോളിംഗ് പുരോഗമിക്കുകയാണ് എല്ലാ ജില്ലകളിലും. പ്രത്യേകിച്ച് മലബാറിൽ വലിയ തോതിലുള്ള പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മധ്യ കേരളത്തിൽ സാമാന്യം നേരത്തെ ഉണ്ടായിരുന്ന അത്രയും വളർച്ച പോളിംഗ് ശതമാനത്തിൻ്റെ കാര്യത്തിൽ ഇല്ല. തെക്കൻ കേരളത്തിൽ പതിയെയുള്ള കയറ്റമാണ് പോളിംഗിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ പോളിംഗ് കൂടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതെ, 6 മണി വരെ സമയമുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഏതായാലും കൂടുതൽ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും വരാം. എന്തായാലും മികച്ച പോളിംഗ് എല്ലാ കേന്ദ്രങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ലഭ്യമാകുന്ന വിവരം. നമുക്ക് കോട്ടയത്തെ വിവരത്തിലേക്ക് പോകാം. 52% ആണ് നിലവിൽ കോട്ടയത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സോമി, ഒരുപക്ഷെ രാവിലത്തെ മണിക്കൂറുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം കുറിച്ച ഒരു ജില്ല കൂടിയായിരുന്നു കോട്ടയം ജില്ല. ഇപ്പോൾ 7 മണിക്കൂറുകൾ പിന്നിടുകയാണ്. 7-ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ 52% പോളിംഗ് ആണ് കോട്ടയം ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ടി പി പ്രശാന്തിലേക്ക് പോകുമ്പോൾ, പ്രശാന്ത്, ഈ 52% എന്ന് പറയുന്ന പോളിംഗ് ഏത് തരത്തിലുള്ള സൂചനയാണ് നൽകുന്നത്? പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്ത എല്ലാ വിഷയങ്ങൾക്കുമുള്ള കൃത്യമായിട്ടുള്ളൊരു പ്രതികരണം തന്നെയായിരിക്കും വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നതിൻ്റെ സൂചനകൾ തന്നെയായിരിക്കും ഇതിലൂടെ നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം 7 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 52% എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രമല്ല പാലാ മണ്ഡലത്തിൽ 45.5%, അതുപോലെ തന്നെ കടുത്തുരുത്തിയിലാണ് ഏറ്റവും കുറവ് 38.7%, വൈക്കത്ത് 48.1%, അതുപോലെ തന്നെ ഏറ്റുമാനൂർ 49.3%, കോട്ടയത്ത് 47%, അതുപോലെ തന്നെ പുതുപ്പള്ളിയിൽ 47.8%, ചങ്ങനാശ്ശേരിയിൽ 45%, കാഞ്ഞിരപ്പള്ളിയിൽ 45.1%, പൂഞ്ഞാറിൽ 43%മാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് പോളിംഗ് പോകുന്നത്. മുൻകാലത്ത്, അതായത് 2011-ൽ 73.79% പോളിംഗ്. ഇക്കുറി അതെല്ലാം കടന്ന് പോളിംഗ് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നേരിയ ഒരു മഴ, അല്ലെങ്കിൽ രാവിലെ രൂപപ്പെട്ട ഒരു മഴയെ പോലും കൂസാതെയായിരുന്നു ജനങ്ങൾ വന്നത്. കാലാവസ്ഥയെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടായിരുന്നു ജനങ്ങളുടെ ഒരു മുന്നേറ്റം തന്നെ പോളിംഗ് അവർ വോട്ട് ചെയ്യാൻ എത്തിയത്. അപ്പോൾ ആ ഒരു നിലക്ക് എല്ലാം പരിശോധിക്കുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള മുഴുവൻ വിഷയങ്ങളോടുമുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണം, അത് ഏത് രീതിയിൽ എന്നുള്ളത് 19-ാം തീയതി അറിയാം. പക്ഷേ ജനങ്ങളുടെ പ്രതികരണം, ആ പ്രതികരണം രേഖപ്പെടുത്തുവാൻ ജനങ്ങൾ നേരത്തെ തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ് ഈ പോളിംഗ് ശതമാനം ഉയരുന്നതിലൂടെ വ്യക്തമാകുന്നത്. മിക്കയിടങ്ങളിൽ തന്നെ, അതായത് കുമരകം പോലുള്ള പ്രദേശങ്ങളിലും അതുപോലെ തന്നെ മലയോര മേഖലയിലെല്ലാം തന്നെ നല്ല ക്യൂ ആണ് ഇപ്പോഴും പോളിംഗ് സ്റ്റേഷന് മുന്നിലുള്ളത്. എന്തായാലും വോട്ടിംഗ് ശതമാനം വലിയ ഒരു തോതിലേക്ക് തന്നെ ഉയരും എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഏതായാലും ടി പി പ്രശാന്ത് നൽകുന്ന വിവരമനുസരിച്ച് കോട്ടയം ജില്ലയിൽ സാമാന്യം നല്ല പോളിംഗ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ പോളിംഗ് ഉയരുന്നതിന്റെ സൂചനകൾ എന്താണ് എന്ന് ഇപ്പോൾ വ്യക്തമായിട്ടില്ല എങ്കിൽ കൂടിയും എല്ലാ ആളുകളും വോട്ടിംഗ് രേഖപ്പെടുത്താനായി ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. സോമി, നമുക്ക് ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോകാം. സുകുമാരൻ നായരുടെ പ്രതികരണമാണ്. അതിങ്ങനെയാണ്: മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്ന സർക്കാർ വരണമെന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞു. മതേതരത്വവും ജനാധിപത്യവും ഒരുപാട് സംരക്ഷിക്കുന്ന ഒരു സുസ്ഥിര ഗവൺമെൻറ് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ജനം വിധിയെഴുതുന്നത്. മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്ന ഒരു സുസ്ഥിര ഗവൺമെൻറ് ഈ രാജ്യത്ത് ഇപ്പോൾ അനിവാര്യമാണ്. അത് ജനങ്ങൾക്ക് ബോധമുണ്ട്. ജനങ്ങൾ അത് വിധിയെഴുതും എന്നാണ് എൻ്റെ അഭിപ്രായം. 50.55% കേരളം ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് ശതമാനം. ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. വൈകിട്ട് 6 മണി വരെയുള്ള സമയം ഏറെ കൗതുകത്തോടെ തന്നെ നോക്കി ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പോളിംഗ് പെർസെൻറ്റേജ് ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഏതായാലും പ്രേക്ഷകർ വേറെ എങ്ങും പോകരുത്, വളരെ വേഗം തന്നെ തിരിച്ചെത്താം. പോളിംഗ് ശതമാനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 6 വരെ വോട്ട് ചെയ്യാനുള്ള സമയം ഉണ്ട്. എന്തായാലും ഇപ്പോൾ 50% പിന്നിട്ട പോളിംഗ് വൈകിട്ട് 6 മണിയോടുകൂടി എത്ര ആകുമെന്നുള്ള കൗതുകത്തിൽ തന്നെയാണ് നമ്മൾ. സോമി, നമുക്ക് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് പോകുമ്പോൾ ഈ മണിക്കൂറിലെ പോളിംഗ് പെർസെൻറ്റേജ് എന്ന് ലെസ്ലി ജോൺ ഇടുക്കിയിൽ നിന്നും ചേരുന്നുണ്ട്. 47% ഒരു മന്ദഗതി കാണിക്കുന്നുണ്ട് ഈ ജില്ല മറ്റ് ജില്ലകളെ കമ്പയർ ചെയ്യുമ്പോൾ. തീർച്ചയായിട്ടും രാവിലെയുള്ള മണിക്കൂറുകളിൽ മഴ ഒരു വലിയ പ്രശ്നമായിരുന്നു. ലെസ്ലി, ഇപ്പോൾ നിലവിലെ കാലാവസ്ഥ എങ്ങനെയാണ്? ഒപ്പം തന്നെ ഈ പോളിംഗ് പെർസെൻറ്റേജിനെ കൂടി വിലയിരുത്തുമ്പോൾ
സൗമി, ജില്ലയുടെ ഒരു വോട്ടെടുപ്പ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പൊതുവെ സാധാരണ മന്ദഗതിയിൽ തുടങ്ങുന്ന പോളിംഗ് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുക. ആ നിലവാരത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇടുക്കിയുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ മുൻപോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് തൊടുപുഴ ലോ റേഞ്ച് മേഖലയായ തൊടുപുഴയിൽ ഇപ്പോൾ തന്നെ ഏകദേശം 50% വോട്ടിംഗ് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പീരുമേട്, ഉടുമ്പൻചോല, ഒപ്പം തന്നെ ദേവികുളം തുടങ്ങി 3 മണ്ഡലങ്ങളിലും ഇടുക്കി ഹൈറേഞ്ച് പ്രദേശമായ ഇടുക്കി മണ്ഡലത്തിലും എല്ലാം ഏകദേശം 50% മുകളിലേക്ക് നിലവിൽ തന്നെ വോട്ടിംഗ് ശതമാനം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും സാധാരണഗതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഉടുമ്പൻചോലയിലും ഒപ്പം തന്നെ ഇടുക്കി മണ്ഡലത്തിലും പോളിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ 71.93% ഉടുമ്പൻചോലയിൽ ആകെ പോൾ ചെയ്ത പോളിംഗ് ശതമാനം എത്തിയിരുന്നത്. അത് 76 വരെ പോകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ രാഷ്ട്രീയ ചർച്ചാ വിഷയം, പ്രചരണ വിഷയം തന്നെയായിരുന്നു കസ്തൂരിരംഗൻ റിപ്പോർട്ടും സഭ ഉയർത്തിക്കൊണ്ടുവന്ന പട്ടയ വിഷയവും എല്ലാം തന്നെ സമഗ്രമായി ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനാണ് ഈ ഹൈറേഞ്ച് മേഖല സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയോര കർഷകരുടെ വലിയൊരു സാന്നിധ്യം വോട്ടായി പരിണമിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. ഒപ്പം തന്നെ ദേവികുളം തോട്ടം മേഖലയിലെ വലിയ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും എല്ലാം ചർച്ച ചെയ്ത തോട്ടം മേഖലയിലും ഇത്തരത്തിൽ വലിയ തോതിലുള്ള വോട്ടിംഗ് ശതമാനത്തിൻ്റെ വർധനവ് കാണിക്കുന്നത് വലിയ തോതിൽ ജനപങ്കാളിത്തം ഈ മേഖലയിൽ നിന്നെല്ലാം തന്നെ വോട്ടിങ്ങിന് കഴിഞ്ഞ തവണയേക്കാൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ എല്ലാം തന്നെ ഇപ്പോഴും കാലാവസ്ഥ വളരെ പ്രതികൂലമായ നിലയിൽ തന്നെയാണ്. ഇടുക്കി ഉൾപ്പെടെയുള്ള ഹൈറേഞ്ച് പ്രദേശങ്ങളിലെല്ലാം മഴ രാവിലത്തേതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ലോയർ റേഞ്ച് പ്രദേശമായ തൊടുപുഴയിൽ മാത്രമാണ് ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൂറെങ്കിലും മഴ മാറി നിന്നത്. പരക്കെ മഴ പെയ്യുന്നത് വലിയ ആശങ്കയാണ് രാഷ്ട്രീയ പ്രവർത്തകരിലും നേതാക്കളിലും സൃഷ്ടിച്ചിരുന്നതെങ്കിലും ജനങ്ങൾ വലിയ വാശിയോടുകൂടി തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മുൻപോട്ട് വന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും കഴിഞ്ഞ തവണ ജില്ലയിൽ രേഖപ്പെടുത്തിയ 71.13 വോട്ടിംഗ് നിലയിൽ നിന്നും ഇത്തവണ മുൻപോട്ട് പോകാനാണ് സാധ്യത. സുരാജ്, എന്തായാലും ലെസ്ലി ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകുമ്പോൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കൂടുതൽ പോളിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് ലെസ്ലി വിരൽ ചൂണ്ടുന്നത്. പ്രതികൂല കാലാവസ്ഥയായിട്ട് പോലും ആളുകൾ വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ലെസ്ലി നൽകുന്ന വിവരം. ഏതായാലും ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സോമി, മുകേഷിന്റെ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു. കൊല്ലത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും LDF-ന് വിജയ പ്രതീക്ഷയുണ്ടെന്നാണ് വോട്ട് ചെയ്തതിന് ശേഷം മുകേഷ് പ്രതികരിച്ചത്. ഇല്ല, വിജയപ്രതീക്ഷ ഇപ്പം കൊല്ലം നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വലിയ വിജയപ്രതീക്ഷ തന്നെ ഉണ്ട്. അതിനകത്തൊരു മാറ്റമില്ല, തുടക്കം തന്നെ ഉണ്ട്. ഏതായാലും പോളിംഗ് ശതമാനത്തിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല, അത് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. കൂടുതൽ വാർത്തകളിലേക്ക് ഈ ജില്ലകളെയൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു സംസ്ഥാന ശരാശരിയുടെ ഒപ്പം തന്നെയാണ് എല്ലാ ഒറ്റപ്പെട്ട ചില ജില്ലകൾ ഒഴികെ എല്ലാം ആ ഒപ്പത്തിനൊപ്പമാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് മലബാറിൽ വലിയ തോതിലുള്ള പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മലബാർ ജില്ലകളിലെല്ലാം തന്നെ ഒപ്പത്തിനൊപ്പം വലിയ മുന്നേറ്റം പോളിംഗിന്റെ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും 50.55 പോളിംഗ് രേഖപ്പെടുത്തി കേരളം വിധി എഴുതുകയാണ്. ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. ഇനി 6 മണി വരെയാണ് പോളിംഗ് പുരോഗമിക്കുക. അതുവരെയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകവും കൗതുകത്തോടെയുമാണ് കേരളം നോക്കിക്കാണുന്നത്. ഇപ്പോൾ KG ദിനകർ ചേരുന്നുണ്ട് കേരളത്തിന്റെ പൊതുവായ സമഗ്ര വിവരങ്ങൾ നൽകാനും ഒപ്പം തന്നെ തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചും. സുരരാജ്, ദിനകറിലേക്ക്. ദിനകർ, 44% പോളിംഗ് ആണ് തിരുവനന്തപുരം ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം സംസ്ഥാനത്തിന്റെ ആകെ പോളിംഗ് ശതമാനം 50 കടന്ന് 50.55 എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ പോളിംഗ് ശതമാനം ഈ മണിക്കൂറുകളിൽ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക? ഒപ്പം തിരുവനന്തപുരം ജില്ല പൊതുവെ പോളിംഗ് ശതമാനത്തിൽ നേരിയൊരു കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നാണോ ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത്?
സൂര്യരാജ്, പോളിംഗ് ആരംഭിച്ച് 7.5 മണിക്കൂറിലേക്ക് എത്തുമ്പോൾ 50.55% പേർ ആണ് സംസ്ഥാനത്ത് എമ്പാടും വോട്ട് രേഖപ്പെടുത്തിയത്. 14 ജില്ലകളിലുമായി. ഉച്ചയ്ക്ക് ശേഷം കനത്ത പോളിംഗ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വ്യക്തമായ സൂചനകൾ. കാരണം ചില ജില്ലകളിലൊഴികെ മറ്റു ജില്ലകളിലെല്ലാം കാലാവസ്ഥ അനുകൂലമാണ്. തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടുന്ന ജില്ലയിൽ ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ മഴയായിരുന്നുവെങ്കിൽ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തിൽ വൈകുന്നേരത്തോടുകൂടി വർധനവ് ഉണ്ടാകും. 6 മണി വരെയാണ് പോളിംഗ് നടക്കുക. അതിനുശേഷം 6 മണിയോടുകൂടി എത്തുന്നവരെ ക്യൂവിൽ ഉള്ളവർക്കെല്ലാം പ്രത്യേക സ്ലിപ്പ് കൊടുത്ത് വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം തീരപ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ ഉൾനാടൻ പ്രദേശങ്ങളിലുമൊക്കെ ക്യൂവിൽ വലിയ നീണ്ട നിര ഉച്ചയ്ക്ക് ശേഷം വീണ്ടും രൂപപ്പെട്ടു തുടങ്ങിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെ 75.12 എത്തുകയോ അതിന് മുകളിലേക്ക് എത്തുകയോ ആവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. അതേസമയം തിരുവനന്തപുരം ജില്ലയിൽ പോളിംഗ് ശതമാനം ഇപ്പോഴും കാര്യമായി ഉയരുന്നില്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം രാവിലെ പോളിംഗ് ശതമാനം ക്രമാനുഗതമായി ഉയർന്ന് 44ലേക്ക് എത്തി ഉച്ചയോടുകൂടി. അതിനുശേഷം ഒരു വലിയൊരു കുതിച്ചുചാട്ടം നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം കഴിഞ്ഞ തവണയും തിരുവനന്തപുരം ജില്ലയിൽ പോളിംഗ് ശതമാനത്തിൽ കുറവാണ് അനുഭവപ്പെട്ടത്. കഴിഞ്ഞ തവണ 68.3% കഴിഞ്ഞ 2011 പോളിംഗ് ശതമാനം. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് വളരെ പിന്നിലായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ പോളിംഗ് ഉണ്ടായിരുന്നത്. അത് ഏതാണ്ട് ആ രീതിയിലേക്ക് തന്നെയാണ് ഇത്തവണയും പോകുന്നത് എന്നുള്ള സൂചനകൾ മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. എന്താണ് അത് വ്യക്തമായ സൂചനകൾ ലഭിക്കണമെങ്കിൽ 6 മണിയോടുകൂടി മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി ആധികാരികമായി പറയാൻ കഴിയുകയുള്ളൂ. അതേസമയം വളരെ സമാധാനപരമായി പോളിംഗ് പുരോഗമിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ ചില ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലാവുകയും അത് മാറ്റിവെക്കുകയും ചെയ്ത് ഒഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോളിംഗ് പുരോഗമിക്കുകയാണ്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോളിംഗുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സുരാജ്, ദിനകർ, ഈ പോളിംഗ് ശതമാനത്തെ മുന്നണികൾ എങ്ങനെയാണ് കാണുന്നത്? ഈ തവണ കഴിഞ്ഞ തവണയുണ്ടായ പോളിംഗ് ശതമാനത്തേക്കാൾ കൂടുതൽ പോളിംഗ് ഉണ്ടാകുമെന്നാണ് പൊതുവെ നമുക്ക് കണക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ വടക്കൻ കേരളം, മധ്യ കേരളം, തെക്കൻ കേരളം എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ ഈ 3 സ്ഥലങ്ങളിലും വ്യത്യസ്തമാണ് പോളിംഗ് ശതമാനം. ഈ ഉയർന്ന പോളിംഗ് ശതമാനത്തെ ഏത് വിധത്തിലാണ് മുന്നണികൾ നോക്കിക്കാണുന്നത്? സൂര്യരാജ്, അത്തരത്തിൽ ഒരു പ്രവചനം അസാധ്യമാണ്. നേരത്തെ അത്തരത്തിൽ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. പോളിംഗ് കുറഞ്ഞാൽ LDFനും പോളിംഗ് കൂടിയാൽ UDFനും എന്നുള്ളൊക്കെയുള്ള കണക്കുകൂട്ടലുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതൊക്കെ അസ്ഥാനത്താണ് എന്ന് തെളിയിക്കുന്ന പല തെരഞ്ഞെടുപ്പുകളും നമുക്ക് മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഒരു കഴമ്പും ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും കാണുന്നില്ല. പോളിംഗ് കൂടിയാലും കുറഞ്ഞാലും അത് മുന്നണികളെ ബാധിക്കുകയില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണക്കുകൂട്ടലുകൾ അസ്ഥാനത്താണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം പോളിംഗ് കഴിഞ്ഞ തവണത്തേലെ ആ ഒരു നിലയിലേക്ക് എത്താനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഉച്ചയ്ക്ക് ശേഷം ആളുകൾ ഊണിന് ശേഷം നിരവധി പേർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കാണുന്നതാണ്. കഴിഞ്ഞ തവണയും അതേ രീതിയിൽ തന്നെയായിരുന്നു. ഉച്ചവരെ ഏതാണ്ട് 3 മണി വരെ ഈ രീതിയിൽ തന്നെയായിരുന്നു പോളിംഗ് പോയിരുന്നത്. പിന്നീട് ആണ് വളരെ പെട്ടെന്ന് പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിര പ്രത്യക്ഷപ്പെടുകയും അത് പോളിംഗ് രേഖപ്പെടുത്തുകയും പോളിംഗ് ശതമാനം 75ലേക്ക് ഉയരുകയുമായിരുന്നു. ഇത്തവണയും അതുതന്നെ ആ രീതിക്കാണ് സാധ്യത കൂടുതൽ കാണുന്നത്. എന്നാൽ ചില ജില്ലകളിൽ, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പോളിംഗ് ശതമാനം പൊതുവെ കുറഞ്ഞ് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ തവണത്തിലേക്ക് എത്തുമോ എന്ന സംശയങ്ങൾ ഉയരുന്നുണ്ട് എങ്കിൽ കൂടിയും നമുക്ക് അത് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയുകയില്ല. മഴ ഇല്ലാത്തത് മൂലം കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം കനത്ത പോളിംഗ് ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നണി നേതൃത്വം വിലയിരുത്തുന്നതും. എന്തായാലും ദിനകരന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് പോളിംഗ് മുൻ പ്രാവശ്യത്തെ അപേക്ഷിച്ച് കൂടാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ്. എന്നാൽ അത് എന്തെങ്കിലും നിഗമനങ്ങൾക്കോ എന്തെങ്കിലും പ്രവചനങ്ങൾക്കോ ഇട നൽകുന്ന ഒന്നല്ല എന്നും കൂടി ദിനകരന്റെ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാവുന്നു. സ്വാമി, നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. തീർച്ചയായിട്ടും CN ബാലകൃഷ്ണന്റെ പ്രതികരണത്തിലേക്കാണ് പോകുന്നത്. ഭരണ തുടർച്ച ഉണ്ടാകില്ലെന്നാണ് CN ബാലകൃഷ്ണൻ വോട്ട് ചെയ്തതിന് ശേഷം പ്രതികരിച്ചത്. 6 സീറ്റ് നിലനിർത്തും. കൂടുതൽ സീറ്റ് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് UDF. എല്ലാവരും നല്ല പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. UDF പ്രത്യേകമായി ജില്ലയിൽ പ്രശ്നമൊന്നുമില്ലാതെ, പൊതുവെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യം ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ജയിക്കണമെന്ന് മാത്രം ഉണ്ടായിരുന്നു. തീർച്ചയായും സുരരാജ്, ഈ മണിക്കൂറിൽ 50.55% രേഖപ്പെടുത്തി കേരളം വിധി എഴുതിയിരിക്കുകയാണ്. ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകമായിരിക്കുന്നു. അതിലേക്കൊക്കെ വളരെ വേഗം തിരിച്ചെത്താം. 50.55% പോളിംഗ് രേഖപ്പെടുത്തി കേരളം വിധി എഴുതുകയാണ്. ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകവും കൗതുകം നിറഞ്ഞതുമാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 75.12 എന്ന പോളിംഗ് ശതമാനത്തെ
ുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഈ മണിക്കൂറുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ പോളിംഗ് മികച്ച രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മലബാർ മേഖലയിലും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ 56% വോട്ടാണ് കണ്ണൂർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് കുട്ടൻ ചേരുന്നുണ്ട്. സുരരാജ്, ശരി, കുട്ടനിലേക്ക് സ്വാമി, പോകാവുന്നതാണ്. 56% എന്ന മികച്ച പോളിംഗ് ശതമാനത്തിൽ തന്നെയാണ് കണ്ണൂർ ജില്ല ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പി വി കുട്ടൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കുട്ടൻ, കണ്ണൂരിലെ പൊതുവെ മലബാർ മേഖലയിലെല്ലാം പോളിംഗ് ശതമാനത്തിൽ വൻ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അത് പ്രവചനത്തിന് ഇടം നൽകുന്നതാണോ എന്നറിയില്ല. എങ്കിൽ കൂടിയും കണ്ണൂരിലെ 56% പോളിംഗ് എങ്ങനെയാണ് ഇപ്പോൾ നോക്കിക്കാണേണ്ടത്? വരും മണിക്കൂറുകളിൽ ഇത് ഏതുവരെ പോകാൻ സാധ്യതയുണ്ട്? സുരാജ്, മലബാർ ജില്ലകളിൽ പ്രത്യേകിച്ച് കണ്ണൂർ ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം എല്ലാ തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായും രേഖപ്പെടുത്തുന്നതാണ്. നമുക്കറിയാം, വലിയ ആവേശത്തോടു കൂടിയാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം. രാഷ്ട്രീയം വലിയ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന ജനതയാണ് ഈ മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സജീവമായ പ്രചാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2 മാസങ്ങളായി നടന്നിരുന്നു. ആ പ്രചാരണ പ്രവർത്തനങ്ങൾക്കെല്ലാം ഫലം കണ്ടു എന്ന രീതിയിലാണ് പോളിംഗ് ബൂത്തുകളിൽ കാണുന്ന കാഴ്ച. രാവിലെ മുതൽ തന്നെ എല്ലാ ബൂത്തുകളിലും വലിയ തിരക്കുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നഗരപ്രദേശത്തുള്ള അഴീക്കോട് മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള 75, 76 നമ്പർ ബൂത്തുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. ഇവിടെ ഇപ്പോൾ താരതമ്യേന ആൾക്കാർ പോളിംഗിനെത്തിയ വോട്ടർമാരുടെ നിര കുറവാണ്. ഒറ്റക്കും തെറ്റക്കുമായി ആൾക്കാർ വന്ന് വോട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ ഏതാണ്ട് ഭൂരിഭാഗം വോട്ടുകളും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പോൾ ചെയ്യപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിൽ ഇതുപോലത്തെ കാഴ്ചകളല്ല പക്ഷേ കണ്ണൂരിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ കാണുന്നത്. അവിടെ ഇപ്പോഴും രാവിലെ 7 മണി മുതൽ തുടരുന്ന നീണ്ട ക്യൂ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് സ്വാഭാവികമായും കണ്ണൂരിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെയും മലബാർ ജില്ലകളിലുമൊക്കെ തെരഞ്ഞെടുപ്പ് ഫലത്തെയും സ്വാധീനിക്കാനിടയുണ്ട്. പക്ഷേ ഇവിടെ പോളിംഗ് ശതമാനം കൂടിയാൽ ആരെ തുണക്കും, കുറഞ്ഞാൽ ആരെ തുണക്കും എന്നുള്ള ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ല. കൃത്യമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ കോട്ടകളുള്ള പ്രദേശമാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, വിവിധ മുന്നണി പ്രവർത്തകർ അവരുടെ എല്ലാ വോട്ടുകളും പോൾ ചെയ്യിക്കാറുമുണ്ട്. അവർക്ക് പറ്റാവുന്ന മുഴുവൻ വോട്ടുകളും പോൾ ചെയ്യിക്കാറുണ്ട്. അതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ പോളിംഗ് ശതമാനം വർദ്ധിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്തെ മൊത്തം പോളിംഗ് ശതമാനത്തേക്കാൾ 6% കൂടുതലാണ് ഇപ്പോൾ തന്നെ കണ്ണൂരിൽ ഉള്ളത്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത്തവണ 1 മണിക്കൂർ നേരം കൂടി സമയം നീട്ടിയിട്ടുണ്ട്. സാധാരണ 5 മണിക്ക് തീരുന്നതിന് പകരം 6 മണിക്കാണ് പോളിംഗ് അവസാനിക്കുക. അതുകൊണ്ട് തന്നെ ആ സമയമൊക്കെ ആകുമ്പോഴേക്കും വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം കണ്ണൂരിൽ ഉണ്ടാകും. നമുക്കറിയാം, സാധാരണ ഇതിനു മുമ്പ് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലെയും അനുഭവം പരിശോധിച്ച് നോക്കിയാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും മണിക്കൂറുകളോളം പോളിംഗ് തുടരേണ്ട സ്ഥിതിവിശേഷമാണ് കണ്ണൂർ ജില്ലയിലെ പല മണ്ഡലങ്ങളിലും ഉണ്ടാകാറുള്ളത്. സുരാജ്, കുട്ടൻ, കണ്ണൂരിൽ പൊതുവെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്? സമാധാനപരമായാണോ? എന്തെങ്കിലും അക്രമ സംഭവങ്ങളോ മറ്റെന്തെങ്കിലും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? സൂരജ്, ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സംസ്ഥാനത്ത് ഏറ്റവും ക്രമസമാധാന പ്രശ്നമുള്ള ജില്ലയാണ് കണ്ണൂർ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, കണ്ണൂരിൽ വലിയ ഭീകരാന്തരീക്ഷമാണ് ഉണ്ടാവുക എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്ര സേനയടക്കം കണ്ണൂരിലേക്ക് ഇറക്കാറുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളും ഇതുവരെ വ്യാപകമായ രീതിയിലുള്ള അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഉച്ചയ്ക്ക് മുമ്പാണെങ്കിൽ ഈ സർക്കാർ ഇറക്കിയ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറക്കിയ കേന്ദ്രസേന വോട്ടർമാരെ ആക്രമിച്ച സംഭവമാണ് ഉണ്ടായിരുന്നത്. കല്യാശ്ശേരി മണ്ഡലത്തിലെ ചെറുതാഴത്തും കടന്നപ്പള്ളിയിലുമൊക്കെ അത്തരമൊരു അനുഭവം, വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയ ആൾക്കാരെ കേന്ദ്രസേനയിലെ ജവാന്മാർ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വലിയ സംഘർഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അഴീക്കോട് മണ്ഡലത്തിൽ ഒരു LDF പ്രവർത്തകനെ ആക്രമിച്ചു എന്നൊരു വിവരമുണ്ട്. അത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പൊതുവിൽ വളരെ സമാധാനപരമായിട്ടാണ് കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. എന്നാൽ ചില ബൂത്തുകളിൽ ഓപ്പൺ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്തതിനെ തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങൾ, ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അത് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ നിരീക്ഷകരും രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരും ഒക്കെ തമ്മിലുള്ള ചെറിയ ചെറിയ തർക്കങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല. സുരാജ്, ശരി, പി വി കുട്ടനാണ് കണ്ണൂരിൽ നിന്നും സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും കണ്ണൂരിൽ ശക്തമായ പോളിംഗ് ആണ് ഈ മണിക്കൂറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട മറ്റൊരു വിവരം കൂടിയുണ്ട്. ഈ മണിക്കൂറിൽ 52.25% പോളിംഗ് ആണ് കേരളം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതും ഇതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു ഉച്ചയൂണിന്റെ ഒരു ഇടവേളയിലാണെന്ന് തോന്നുന്നു പോളിംഗ് ശതമാനത്തിൽ ഒരു ചെറിയ മന്ദത ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇനി കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ തെക്കൻ മേഖലകളിലാണ് അത്തരത്തിലൊരു മന്ദത ഫീൽ ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ 1.5 മണിക്കൂറിനുള്ളിൽ വളരെ മുൻപന്തിയിൽ തന്നെയാണ്, വളരെ മികച്ച രീതിയിൽ തന്നെ പോളിംഗ് പുരോഗമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ടോട്ടൽ കണക്കുകളിൽ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത്.
ശരി സ്വാമി, നമുക്ക് ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോകാം. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു വിവാദവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലേക്കാണ് പോകുന്നത്. ആർക്കും വോട്ട് ചെയ്യാൻ KCBC ആഹ്വാനം ചെയ്തിട്ടില്ലെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. KCBC വോട്ട് ചെയ്യണം, ഓരോ പൗരൻ്റെയും അവകാശം വിനിയോഗിക്കണം എന്നതല്ലാതെ KCBCയോ ബിഷപ്സോ യാതൊരു തരത്തിലുള്ള പ്രചാരണങ്ങളും നടത്തിയിട്ടില്ല. അതൊക്കെ ഈ അവസരത്തിൽ പലരും അവരുടേതായിട്ടുള്ള സ്വാർത്ഥത കൊണ്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു മാധ്യമങ്ങളിലോ മറ്റു രീതിയിലോ ഒരു പ്രചാരണവും KCBC നടത്തിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എല്ലാ പൗരന്മാരും അവരുടെ പൗരാവകാശം ഉപയോഗിക്കണം, വോട്ട് ചെയ്യണം. ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. KCBC വിവാദമുണ്ടായ സാഹചര്യത്തിലാണ് അവരുടെ പ്രതികരണവുമായി രംഗത്തെത്തിയത്. KCBCയുടെ പേരിൽ വ്യാജ ലെറ്റർ പാഡ് ഉണ്ടാക്കി KCBC ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്തതായ ലഘുലേഖകൾ വിതരണം ചെയ്ത വിവാദം വന്ന സാഹചര്യത്തിലാണ് അതിന് വിശദീകരണവുമായി അല്ലെങ്കിൽ മറുപടിയുമായി ആൻഡ്രൂസ് താഴത്ത് എത്തിയിരിക്കുന്നത്. ഏതായാലും ശക്തമായ നിലയിൽ തന്നെ പോളിംഗ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള മണ്ഡലങ്ങളിലെ വിവിധ പോളിംഗ് കേന്ദ്രങ്ങളിൽ. നമുക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി പത്തനംതിട്ടയിൽ നിന്നും ബിജേഷ് ചേരുകയാണ്. സോമി, പത്തനംതിട്ടയിലെ ശതമാനവും മറ്റു വിവരങ്ങളും ബിജേഷ് നൽകും. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ പോളിംഗ് നില പരിശോധിക്കുകയാണെങ്കിൽ 48.5% എന്നുള്ളതാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള പോളിംഗ് ശതമാനം. എങ്ങനെയാണ് അവിടെ പോളിംഗ് പുരോഗമിക്കുന്നത് ബിജേഷ്? ഒപ്പം തന്നെ കാലാവസ്ഥയൊക്കെ അനുകൂലമാണോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതി? സ്വാമി, കാലാവസ്ഥ തികച്ചും അനുകൂലം തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഒരു ഉച്ചഭക്ഷണത്തിൻ്റെ ഒരു ഇടവേള എന്ന നിലയിൽ ആൾക്കാർ വളരെ കുറവാണ് ഇപ്പോൾ കാണുന്നത്. രാവിലെ കനത്ത പോളിംഗ് തന്നെയായിരുന്നു എല്ലാ ബൂത്തുകളിലും രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ കുറച്ച് മന്ദഗതിയിലാണ് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാമി സൂചിപ്പിച്ചതുപോലെ തന്നെ 48% എത്തി നിൽക്കുന്നു ഇപ്പോഴത്തെ പോളിംഗ്. അതൊരു വലിയ ഒരു പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 68% കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയിരുന്നത് എങ്കിൽ ഇത്തവണ അത് ഉച്ച ഊണിൻ്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ 48% എത്തിയിരിക്കുന്നു. ഇതുവരെയും പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ എവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചില മണ്ഡലങ്ങളിൽ പോളിംഗ് ബൂത്തിനകത്ത് മിഷൻ തകരാറിലായ ഒരു സംഭവങ്ങളുണ്ടായി. അതപ്പോൾ തന്നെ പരിഹരിച്ച് പോളിംഗ് എല്ലാം തന്നെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നും അറിയുന്നു. എന്തായാലും അടൂരിൽ ആണ് ഏറ്റവും കൂടിയ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 49% അടൂരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൊട്ടു പുറകിലായിട്ട് കോന്നിയുണ്ട്, പിന്നീട് തിരുവല്ല. ആ രീതിയിൽ ആണ് ഇപ്പോൾ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ 5 മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിനും 2 മണ്ഡലങ്ങൾ വലതുപക്ഷത്തിനോടൊപ്പം ആയിരുന്നു. എന്നാൽ ഇത്തവണ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 സിറ്റിംഗ് MLA-മാർ തന്നെ ഇത്തവണ മത്സര രംഗത്തുണ്ട് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം 68% കഴിഞ്ഞ തവണ കേരളത്തിലെ പോളിംഗ് നിലയിൽ ഏറ്റവും പിന്നിലുണ്ടായിരുന്ന ഒരു ജില്ലയിൽ ഒന്നാണ് പത്തനംതിട്ട. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം വളരെ നേരത്തെ തന്നെ കൃത്യമായ പ്ലാനും പദ്ധതികളും തയ്യാറാക്കിയിരുന്നു. ഇത്തവണത്തെ പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനവ് ഉണ്ടാക്കുക, മിഷൻ 80 എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ടായിരിക്കണം ഇന്ന് രാവിലെ ഒരു കനത്ത പോളിംഗ് ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏകദേശം 48% എത്തുകയും ചെയ്തു. ഇനി ചെറിയ ഒരു അല്പസമയത്തേക്ക് 1-2 മണിക്കൂറുകളിൽ ഒരു മന്ദഗതിയിലായിരിക്കാം പോളിംഗ് പുരോഗമിക്കുക. അതിനുശേഷം വലിയ ഒരു പോളിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു 75% എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഒരു പോളിംഗ് ആയിട്ട് കണക്കാക്കേണ്ടി വരും. ഇപ്പോൾ ആറന്മുള മണ്ഡലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആറന്മുള മണ്ഡലത്തിൽ 1,20,000-ൽ പരം വോട്ടർമാർ ഉണ്ട്. പത്തനംതിട്ട ജില്ല മൊത്തത്തിൽ 10 ലക്ഷത്തിൽ അധികം വോട്ടർമാർ ഉള്ള ഒരു ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലമാണ് ആറന്മുള. ആറന്മുളയിൽ ശക്തമായ മത്സരം നടക്കുന്നു. അതോടൊപ്പം മറ്റു മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം തന്നെ നടക്കുന്നു. എവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും 820 ബൂത്തുകളിലും പോളിംഗ് പുരോഗമിക്കുകയാണ്. ബിജേഷ്, കോന്നി മുതൽ തിരുവല്ല വരെ ഉള്ള 5 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ജില്ല കൂടിയാണ് പത്തനംതിട്ട. മാത്രവുമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് നില പരിശോധിക്കുകയാണെങ്കിൽ 68.22% എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 48.5% പോളിംഗ് ആണ് 7 മണിക്കൂർ പിന്നിടുമ്പോൾ പത്തനംതിട്ടയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബിജേഷ് പറഞ്ഞത് അനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ 2011-ലെ പോളിംഗ് നിലയെ
മെച്ചപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന ഒരു പോളിംഗ് നില തന്നെ ഉണ്ടാകുമെന്നാണോ വിചാരിക്കേണ്ടത്? കരുതാം. കാരണം അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. പോളിംഗ് ശതമാനം എങ്ങനെയെങ്കിലും ഉയർത്തുക എന്നതായിരുന്നു ജില്ലാ ഭരണകൂടം ലക്ഷ്യം വെച്ചിരുന്നത്. അതോടൊപ്പം തന്നെ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായിട്ട് അത് പിന്താങ്ങുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ വീടുകളും കയറി പരമാവധി പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങളെ എത്തിക്കാനുള്ള നടപടികളെല്ലാം തന്നെ തുടർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം രാവിലെ ചെറിയ തോതിൽ കാലാവസ്ഥ അനുകൂലം അല്ലാതിരുന്നിട്ട് കൂടെ നല്ല രീതിയിലുള്ള പോളിംഗ് വലിയ ഒരു നിര പല ബൂത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഒരു പോളിംഗ് ഉണ്ടായി. ഉച്ചയോടുകൂടെ ഒരു 7 മണിക്കൂറൊക്കെ പിന്നിടുന്ന ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും അത് 48% പത്തനംതിട്ട ജില്ല എത്തിയിരിക്കുന്നു. ഇതുവരെയും 48% ഉച്ചയ്ക്ക് മുമ്പ് ഈ ഒരു ഘട്ടത്തിലൊന്നും പത്തനംതിട്ട ജില്ലയിൽ എത്തിയിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. 68.22% കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ പോളിംഗിൽ നിന്ന് വലിയൊരു മാറ്റം ഇത്തവണ 80% എത്തിക്കണം എന്ന് ജില്ലാ ഭരണകൂടം പറയുകയാണെങ്കിൽ കൂടി ഒരു 75-76% തീർച്ചയായിട്ടും എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നതും നമ്മൾ പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു വിഭാഗം വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലമാണ് ആറന്മുള. പത്തനംതിട്ടയും ആറന്മുളയും കൂടെ ചേർന്ന് ഒരു ആറന്മുള എന്നൊരു മണ്ഡലം ആയപ്പോൾ അത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലമായിട്ട് മാറി. 1,20,000-ൽ പരം വോട്ടർമാർ ഈ മണ്ഡലത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ശക്തമായിട്ട് ഉള്ള മത്സരം നടക്കുന്ന ഇവിടെ എന്തായാലും 45%-ഓളം പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ വരുമ്പോൾ ആറന്മുള മണ്ഡലം ഏറെ ശ്രദ്ധേയമാകുന്നത് മത്സരം കൊണ്ടും അതോടൊപ്പം തന്നെ പോളിംഗ് രേഖപ്പെടുത്തുന്നതിലെ ചടുലത കൊണ്ടും നമുക്ക് എടുത്തു പറയേണ്ടി വരും. കഴിഞ്ഞ ബിജേഷ് നടുവിലാണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും.